കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം. കൂടാരപ്പെരുന്നാൾ ഇസ്രായേലിന് വന്ന സമയത്ത് എല്ലാവരും യഹൂദയിലേക്ക് വരുന്ന ഒരു പതിവുണ്ട്. എന്നാൽ യേശുവിനെ കൊല്ലുവാൻ യഹൂദന്മാർ അന്വേഷിച്ചതുകൊണ്ട് യേശു ഗലീലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാൽ അവൻ്റെ സഹോദരന്മാർ അവനോട് പറയുന്നു, പ്രസിദ്ധനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ശിഷ്യന്മാരുടെ മുമ്പിൽ, നിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ അത് വെളിപ്പെടുത്തണം, അത് രഹസ്യമായി വെക്കണ്ട എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സഹോദരങ്ങൾ അവനെ അവിശ്വസിച്ചു എന്നും കൂടെ 7-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾക്കകത്ത് കാണാൻ കഴിയും. എന്നാൽ അവർ കൂടാര പെരുന്നാളിന് പോയി യേശു അവരുടെ പിന്നാലെ രഹസ്യമായിട്ട് യഹൂദിയയിലേക്ക് പോകുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ചെല്ലുമ്പോൾ യേശു എവിടെ എന്നൊക്കെ ചോദിക്കുന്ന മേഖലകളുണ്ട്. എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പായി മനസ്സിലാക്കുക, യേശുവിനെ കൊല്ലാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. നമ്മളവിടെ വായിച്ച കുറിവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. യേശുവിനെ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്. ദൈവത്തിൻ്റെ സമയം അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്, ഉടയപ്പെടുന്ന നിമിഷങ്ങളുണ്ട്, കഷ്ടതയുടെ അടിവാരത്തിലേക്ക് പോകുന്ന നിമിഷങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളും ഏകാന്തതകളും നിന്ദകളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഇതെല്ലാം കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം അനുവദിക്കുകയാണ്, ദൈവം പെർമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരണം. അപ്പോൾ ഇവിടെ അവനെ പിടിക്കുവാൻ കൊല്ലുവാനൊക്കെ അന്വേഷിക്കുന്നുവെങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ, അപ്പോൾ ഒരാളിന് നമ്മളെ തകർക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ പൂർണ്ണമായി ഉടയപ്പെട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സമയത്തല്ലാതെ നമ്മുടെ രോമത്തിൽ തൊടുവാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണിത്. ഗത്സമനിയിൽ വെച്ച് പ്രാർത്ഥന കഴിയുമ്പോഴല്ലാതെ റോമൻ പടയാളികളുടെ കൈ യേശുവിൻ്റെ ദേഹത്ത് വന്നിട്ടില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വട്ടമല്ല പലവട്ടം യേശു ശുശ്രൂഷകളായിരിക്കുമ്പോൾ, ആലയത്തിലായിരിക്കുമ്പോഴൊക്കെ അവർ പിടിക്കുവാൻ ചിന്തിച്ച മേഖലകളുണ്ട്. എന്നാൽ ദുഷ്ടൻ്റെ പദ്ധതികൾക്ക് ദൈവം വിട്ടുകൊടുക്കാതെ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് പുത്രനെ ദൈവം മറച്ചതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ പിറകിൽ നിന്ന് തകർത്ത് കളയുവാൻ, പൂർണ്ണമായി നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ, ജീവിതത്തിൻ്റെ മേഖലകൾ നിങ്ങളെ പൂർണ്ണമായി ഉടച്ചു കളയുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാനുഷിക പൈശാചിക മേഖലകളിൽ നിങ്ങളെ വട്ടം ചുറ്റുമ്പോൾ ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയാം, ദൈവത്തിൻ്റെ സമയമല്ലെങ്കിൽ, ദൈവം പെർമിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. മാത്രമല്ല അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയാം, ഒരുത്തനെ ഉദ്ധരിക്കാൻ, എന്നെ മാനിക്കാൻ, നിന്നെ മാനിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിന് സമയമായാൽ ആർക്കും അതിനെ തടുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അതാണ് 118 സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവവൈതൽ മനുഷ്യൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരത്തില്ല, മനുഷ്യൻ്റെ മുമ്പിൽ ഭയപ്പെടേണ്ടി വരത്തില്ല. ഒരു മനുഷ്യനും നിനക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.